സാരംഗ്, വിശ്വസനീയമോ എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം തോന്നും. അത്രയധികം ഭീതിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ്. ആരാണ് മരിച്ചത്, ആരാണ് കൊന്നത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ, അങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഇന്നത്തെ പരിശോധനയിൽ എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്? ആര്യ, ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ വരുന്ന സമയത്ത് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്നുള്ള ഒരു സംശയം തന്നെയായിരുന്നു ഈ ഒരു മൊഴിയെക്കുറിച്ചറിഞ്ഞ ഓരോ മനുഷ്യന്മാർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ തന്നെ സാധൂകരിക്കത്തക്ക വിധത്തിലുള്ള ഓരോ തെളിവുകളും ഓരോ ദിവസവും കൂടുന്തോറും ഈ നേത്രാവതി പുഴക്കരയിൽ നിന്നും ധർമ്മസ്ഥലയിൽ നിന്നുമൊക്കെ തന്നെ മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം തീർത്തും ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. കാരണം 1998 മുതൽ 2014 വരെയുള്ള കാലയളവിൽ നൂറുകണക്കിന് സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ, പുരുഷന്മാരുടെ മൃതദേഹങ്ങളാണ് ധർമ്മസ്ഥലയിലും അതുപോലെ തന്നെ കല്ലേരിയിലെ വനമേഖലയിലുമൊക്കെ തന്നെയായി കുഴിച്ചു മൂടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ആ തൊഴിലാളി കോടതിക്ക് മുൻപിൽ വെളിപ്പെടുത്തിയത്. അതിന് ശേഷം പലതവണയായി അയാളുടെ മൊഴിയൊക്കെ തന്നെ പല അന്വേഷണ സംഘങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരുന്നു, DGPക്ക് അതിൻ്റെ ചുമതല വരുന്ന ഒരവസ്ഥ വരുന്നു. അതോടുകൂടി തന്നെ വലിയൊരു പുതിയ ഒരു നമുക്കറിയേണ്ടത് ഇന്ന് വളരെ നിർണായകമായ പരിശോധനകളിലേക്ക് ഈ SIT കടക്കുകയാണ്. ഇന്ന് അവിടെ നടന്ന കാര്യങ്ങൾ പറയൂ. സാരംഗ് അവിടെ ഉണ്ടായിരുന്നല്ലോ, ഓൺ ദ സ്പോട്ട് ഉണ്ടായിരുന്നല്ലോ. ഇന്ന് എന്തൊക്കെ കണ്ടെത്തി? 13 സ്ഥലങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു. അതിന്റെ വിവരങ്ങൾ പറയൂ. ആര്യ, ഇന്ന് രാവിലെയോട് കൂടിയാണ് ബെൽത്തങ്കടിയിലെ SIT ഓഫീസിൽ നിന്നും സാക്ഷിയെയും കൂട്ടിക്കൊണ്ട് SITയിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസ് ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരടക്കമുള്ള വലിയ ഒരു പോലീസ് സംഘം, വലിയൊരു സംഘം, ഒരു വാഹന വ്യൂഹം തന്നെ ഇത്തരത്തിൽ ധർമ്മസ്ഥലയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് നേരെ അവർ പോയത് ധർമ്മസ്ഥലയിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അല്പസമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവർ ഓരോ മേഖലയിലേക്കായി കടക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അവർ പോയത് നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിലേക്കാണ്. അവിടെ നിന്ന് തൊട്ടരികിലുള്ള ഏകദേശം 500 മീറ്റർ മാറിയുള്ള ഒരു വനമേഖലയിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കടക്കുന്നു. അവിടെ നിന്ന് അല്പം നീങ്ങിയ ശേഷം ആദ്യത്തെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ് അദ്ദേഹം ആദ്യമായി മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളൊരു കാര്യമാണ്. പിന്നീട് ഓരോ അടി അകത്തേക്ക് പോകുന്തോറും പല പോയിന്റുകൾ അദ്ദേഹം ആദ്യകാലത്തിലൊക്കെ തന്നെ ഒരുപക്ഷെ 13 പോയിന്റുകൾ ഇന്നത്തെ പരിശോധനയിൽ മാർക്ക് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.